ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം ഇതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു, ഞാനത് പക്ഷേ ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്കിന്ന് ദോശയായിരുന്നു, അത് കഴിഞ്ഞിട്ട് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് അപ്പയുടെ വീട് വരെ ഒന്ന് പോകണം കേട്ടോ. വേണ്ട നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. പാപ്പം വേണോ? എടുത്തു തരാം. പാപ്പം എന്തോ പാപ്പം വേണം? കേക്കാ മതിയോ? എന്താ വേണ? ഇതെന്തുവാ? പറ, ഇതെന്തോ ഇത്? കേക്ക്. ഇതാ അമ്മ എടുത്തോട്ടെ കേക്ക്. തിന്നാണ് കൊള്ളാവോ? സൂപ്പറാണോ? കൊള്ളാം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കേട്ടോ, അമ്പലംകുന്നിൽ. ഞാൻ വ്യാഴാഴ്ച രാത്രി വന്നതാണ്. ഇനിയിപ്പോൾ ഞായറാഴ്ചയെ ഞാൻ പോകത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമില്ലേ? നമുക്ക് ഇല്ല ഒരുപാട് കാര്യങ്ങളപ്പോൾ പറയാൻ കാണും, നമ്മൾ ബന്ധുക്കാരുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാനൊക്കെ കാണും. ഞാൻ എൻ്റെ കോട്ടക്കാട്ട് വീട്ടിലെക്കാട്ടി അവിടെ ചെല്ലുമ്പോഴാണ് ഒരുപാട് സംസാരിക്കുന്നത്, ഒരുപാട് വിശേഷങ്ങൾ പറയാൻ കാണും, പിന്നെ കുറച്ച് കൊതിയെന്നുള്ളതൊക്കെ പറയാൻ കാണില്ലേ എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അപ്പയുടെ വീട്ടിൽ പോയിട്ട്, നല്ല മഴയായിരുന്നു, ഞാൻ പോയത്. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല വെയിലായിട്ടോ, കണ്ടോ, നല്ല വെയിലായി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരെല്ലാവരും കൂടി ഇപ്പോൾ പുറത്തിറങ്ങി ഞങ്ങളിപ്പോൾ നിന്നത്. ഒരു കുഞ്ഞു വിശേഷം ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊന്ന് വന്നതാട്ടോ. കാര്യം എൻ്റെ അപ്പയുടെ മോൻ്റെ വൈഫ്, അവൾ പ്രഗ്നൻ്റ്. അപ്പം അവളെ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും പൊന്നപ്പനും കൂടെ വന്നേ കേട്ടോ. അപ്പം ഇവന്മാർ രണ്ടുപേരും നല്ല കുസൃതിയാണ്. എന്ന് വെച്ചാൽ പൊന്നപ്പൻ ആരും കാണാത്തപ്പോഴായിരിക്കും അഥർവ്വിനെ ഉപദ്രവിക്കുന്നത്, അഥർവ്വ് എല്ലാവരും കാണാനായിരിക്കും ഉപദ്രവിക്കുന്നത്. സാധാരണ ഇവ എൻ്റെ കയ്യിൽ അങ്ങനെ വരാറില്ല ഗൈസ്. അന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ഇവൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു. കാര്യം ഞാൻ ഇവനെ എടുക്കുമ്പോൾ പൊന്നപ്പൻ അത് ഇഷ്ടപ്പെടത്തില്ല. അത് കാണുമ്പോൾ ഇവൻ എന്തോ ഒരു സന്തോഷം പോലെ ഇവ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അതാണ്ട് ഇത് അഥർവ്വിൻ്റെ സൈക്കിളാണ്. അപ്പോൾ പൊന്നപ്പൻ കയറിയിരുന്ന് ഓട്ടിക്കാൻ നോക്കും, പക്ഷെ പറ്റുന്നില്ല കേട്ടോ. ഇതാണ് അമ്മു. ഇവള് വീഡിയോയിൽ വരത്തേ ഇല്ല, ഇവള് മുഖം പോലും കാണില്ല, അവസാനം വരെ ഇവള് മുഖം കാണിച്ചിട്ടില്ല കേട്ടോ. അഥർവ്വ് എൻ്റെ അടുത്ത് ഇരിക്കുന്നതിൻ്റെ വിഷമത്തിൽ പൊന്നപ്പൻ അമ്മയുടെ കയ്യിൽ പോയിരിക്കും കേട്ടോ. അപ്പം അവിടെ ഇരുന്ന് ഇവൻ്റെ ഓരോ കുരുത്തക്കേടുകൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കട്ടെ. ഇവ ഒരു ദിവസം ഗ്രില്ലിൻ്റെ മുകളിൽ കയറി നിന്നപ്പോഴത്തേക്കിന്, എന്ന് വെച്ചാൽ അവൻ പിടിച്ച് കയറിയപ്പോഴത്തേക്കിന് ഗ്രില്ല് അങ്ങ് തുറന്നപ്പോൾ മുകളിലത്തെ ആ ഒരു തിട്ടയിൽ ഇപ്പോൾ പിടിച്ചവിടെ തൂങ്ങിക്കിടക്കുക. ഒരുപാട് വട്ടം ഇപ്പോൾ വിളിച്ചിട്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ ഇവിടെ തൂങ്ങിക്കിടക്കുക, എന്തോ ഭാഗ്യത്തിന് വീണില്ല. ഇങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവൻ പൊന്നപ്പൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ടില്ല. ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നടന്ന് അടി കൂടും. എന്ന് വെച്ചാൽ അങ്ങോട്ട് തള്ളു ഇങ്ങോട്ട് തള്ളു, ചിലപ്പോൾ സ്നേഹിക്കുന്ന കാണാം, ചിലപ്പോൾ ഉപദ്രവിക്കുന്നതും കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ബൈയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോകട്ടെ. കാര്യം വീട്ടിൽ ചെന്നിട്ട് അമ്മ ഡ്രൈവിങ് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് അതിന് പോകണം. പിന്നെ രാത്രി വരുമ്പം ഞാനും ഒന്ന് പോകും കേട്ടോ. അപ്പോൾ അമ്മ താണ്ട് ഇതുവരെയും മുഖം കാണിച്ചിട്ടില്ല, അമ്മ വീഡിയോയിൽ വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുക. ഇത് അഥർവ്വിൻ്റെ വണ്ടി, അഥർവ്വിൻ്റെ ബർത്ത്ഡേ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അഥർവ്വും പൊന്നപ്പനും തമ്മിൽ 2 മാസം വ്യത്യാസമേ ഉള്ളൂ, ഏകദേശം ഒരുപോലായിരുന്നു. അപ്പോൾ അവന് ഗിഫ്റ്റ് കിട്ടിയ വണ്ടിയിൽ അവൻ കയറിയിരിക്കുമ്പോൾ ഇത് അവൻ കാണാതെ അപ്പയൊക്കെ മുകളിലെടുത്തിട്ടിരിക്കുമായിരുന്നു, മുകളിലെ റൂമിൽ. കാര്യം അവനത് നശിപ്പിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങും കേട്ടോ. കാര്യം ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നപ്പൻ നന്നായിട്ട് ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള വീട്ടിലോട്ട് പോകാം കേട്ടോ. ബൈ. കിട്ടി അമ്മു? ഇല്ലടി, കൈ മാറ്റടി.
ഇതാണ് ഗൈസ് അമ്മു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീട്ടിലൊക്കെ എത്തി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഏട്ടി വന്നത് കേട്ടോ. അപ്പായും മോനും കൂടെ ഫോണും കണ്ടുകൊണ്ടിരിക്കുക. മോനെ എപ്പോൾ അപ്പായുടെ ഏൽപ്പിച്ചാലോ രണ്ടും കൂടെ ഏതെങ്കിലും മൂലക്കിരുന്ന് ഫോണും കണ്ട് റീലും കണ്ടെങ്കിൽ ഇവനിപ്പോൾ ഇത്തിരി അപ്പായി സ്നേഹം കൂടുതലായിട്ടോ. കാര്യം ഇവൻ്റെ അടിയും തൊഴിയും കൊള്ളുന്നത് ഇവനെ നോക്കുന്നത് മൊത്തം ഞാനാണെങ്കിലും അപ്പായി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ വേണ്ട, അപ്പായിയുടെ പുറകെ അങ്ങ് നടന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടോ. ഇന്ന് ചീനിയും ബീഫും ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഏട്ടിയും പൊന്നപ്പനും അതൊക്കെ കഴിച്ചിട്ട് ഒരു 10:30 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. കാര്യം വീട്ടിലെല്ലാവരും ഇവനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.